നമസ്കാരം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വൻ തട്ടിപ്പുകൾ നടക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ധനവകുപ്പ് നടത്തിയ പരിശോധനയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് പ്രൊഫസർമാരുൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ 1458 ആളുകൾ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നുവെന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ധനവകുപ്പ് ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നറിയാൻ പരിശോധന നടത്തുകയായിരുന്നു. സംസ്ഥാനത്ത് ഇത്തരത്തിൽ 1458 അനധികൃതമായി പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടോ എന്നാണ് ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഇതിൽ ഓഫീസ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവർ കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ പലിശ ഉൾപ്പെടെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുകയാണ്. ഇത്തരത്തിൽ എത്ര നാളുകൊണ്ട് ഇവർ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടോ അത്രയും നാളത്തെ പെൻഷനും അതിൻ്റെ പലിശയും ഉൾപ്പെടെ തിരിച്ചു പിടിക്കുകയും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് 1600 രൂപ വീതം 62 ലക്ഷത്തോളം ആളുകൾക്കാണ് സംസ്ഥാന സർക്കാർ എല്ലാ മാസവും ഇപ്പോൾ കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകി വരുന്നത്. ഈ ഒരു പെൻഷൻ തുക ഉയർത്തുന്ന കാര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനങ്ങൾ കൈക്കൊണ്ടുവരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ ക്രിസ്തുമസിനോടും ന്യൂ ഇയറിനോടുമൊക്കെ അനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുവാൻ പോകുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളും വന്നിട്ടുണ്ട്. ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂട്ടിച്ചേർത്തായിരിക്കും ഇത്തരത്തിൽ 3200 രൂപ വിതരണം ചെയ്യുവാൻ പോകുന്നത്. ഇത്തരത്തിൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ദയവായി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്